ബെല്ലാരിയിലെ സർക്കാർ ആശുപത്രിയിൽ അമ്മമാരുടെ കൂട്ടമരണം. പ്രസവ വാർഡിൽ 3 ദിവസത്തിനിടെ മരിച്ചത് 5 യുവതികൾ. റിങ്ങേഴ്സ് ലാക്ടേറ്റ് എന്ന IV ഫ്ലൂയിഡ് നൽകിയ ശേഷമാണ് ഇവർക്കെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ബംഗാൾ ആസ്ഥാനമായുള്ള പശ്ചിമ ബംഗ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീധരൻ, വളരെ ഗുരുതരമായൊരു പ്രശ്നമാണിത്. നമ്മളെ മരുന്നിന്റെ എന്തെങ്കിലും തകരാറ് കൊണ്ടാണോ ഇത്തരത്തിൽ സംഭവിക്കുന്നത്? ഇക്കാര്യത്തിലൊക്കെ വിശദമായൊരു അന്വേഷണം വേണ്ടിയിരിക്കുന്നു അല്ലേ? 3 ദിവസത്തിനിടെ മരിച്ചത് 5 അമ്മമാരാണ്. 34 പേരെയാണ് 3 ദിവസത്തിനിടയിൽ പ്രസവത്തിനായി ബെല്ലാരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഇതിൽ 7 പേർക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു. കിഡ്നിയിൽ മുറിവുകളും അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾക്ക് അണുബാധയുമൊക്കെയാണ് കണ്ടെത്തിയത്. ഇതിൽ 5 പേരാണ് മരിച്ചത്. 2 പേര് ഗുരുതരാവസ്ഥയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവർ ഈ പ്രസവിക്കാൻ ആശുപത്രിയിലേക്ക് എത്തിയ സമയത്ത് ആരും ഹൈറിസ്ക് പ്രഗ്നൻസി വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നില്ല. ഏതായാലും പശ്ചിമബംഗാൾ ആസ്ഥാനമായിട്ടുള്ള പശ്ചിമബംഗ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെയാണ് അവരാണ് ഈ IV ഫ്ലൂയിഡ് ആശുപത്രിയിലേക്ക് സപ്ലൈ ചെയ്തത്. അവർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. സംസ്ഥാനത്തെ എല്ലാ മരുന്ന് ഗോഡൌണുകളിലും സമഗ്ര അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട് സർക്കാർ. ഏതായാലും ഈ വിഷയത്തിൽ സ്വമേധയാ ലോകായുക്ത കർണാടക ലോകായുക്ത കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വിഷയം സംസ്ഥാനത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് സർക്കാരിനെതിരെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJPയും JDSും ഉൾപ്പെടെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ വിശദമായിട്ടുള്ള ലോകായുക്ത അന്വേഷണം ഇത്തരത്തിൽ ഈ ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവനായി ഒരു നിരോധനം ഈ മരുന്നിന് ഏർപ്പെടുത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും. നിലവിൽ ഇത് ബെല്ലാരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ഇതിന്റെ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ മറ്റിടങ്ങളിലേക്ക് കൂടി ഈ ഫ്ലൂയിഡ് ഉപയോഗിച്ച മറ്റിടങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. അവിടെയും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ സർക്കാർ ആരോഗ്യവകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മരുന്ന് കരാറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും മാൽപ്രാക്ടീസ് അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. വിഷയം എന്തായാലും കർണാടക രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാവുന്നു. പ്രത്യേകിച്ച് 5 സ്ത്രീകളുടെ മരണം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഇത് വിവിധ ദിവസങ്ങളിലാണ് ഈ മരണം നടന്നിരിക്കുന്നത്. നവംബർ 29 ശേഷം അടുത്ത 3 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ആളുകൾക്കാണ് ഈ മരുന്നുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടാവുകയും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. എന്തായാലും ഇന്നിപ്പോൾ കർണാടക നിയമസഭാ സമ്മേളനം കൂടി തുടങ്ങാനിരിക്കുകയാണ്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയവും വലിയ ബഹളങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇതിന്റെ ഇടയിലാണ് കഴിഞ്ഞ ദിവസം ലോകായുക്ത സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. ശരി ശ്രീധരൻ.